ദേശീയപാതയുടെ തകർച്ച വന്ന് ഇപ്പോൾ രാഷ്ട്രീയ ആക്രമണത്തിൻ്റെയും പ്രത്യാക്രമണത്തിൻ്റെയും വേദിയായി മാറിക്കഴിഞ്ഞു. അഭിമാന പദ്ധതി എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന LDF അപകടം വന്നപ്പോൾ ഒളിച്ചോടി എന്ന ആരോപണമാണ് VD സതീശൻ ഉന്നയിക്കുന്നത്. മാത്രമല്ല, പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ കണക്കിന് കളിയാക്കുന്നുണ്ട് അദ്ദേഹം. റീൽസ് ഇടുന്ന മന്ത്രി ഇപ്പോൾ എവിടെ പോയി എന്നും 56 ഇടങ്ങളിലെ ദേശീയപാതയുടെ തകർച്ച റീൽസ് ഇടണമെന്നും VD സതീശൻ കളിയാക്കി. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞ് ഇനി റീലിടുമെന്ന് പറയാം. റീലിടേണ്ടത് ഒരു 50 സ്ഥലത്തെങ്കിലും കേരളത്തിൽ വിള്ളൽ വീണിട്ടുണ്ട്. ആ വിള്ളൽ വീണ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം റീലിട്ടാൽ കുറെ കൂടെ മനോഹരമായിരിക്കും. റീല് നിർത്തണ്ട. ചെങ്കള മുതൽ തളിപ്പറമ്പ് വരെ 2 ഘട്ടം പണി നടത്തുന്ന മേഘ കൺസ്ട്രക്ഷൻസിനെ ചൂണ്ടിക്കാണിച്ച് BJPക്കെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJPക്ക് ലക്ഷങ്ങളുടെ ബോണ്ട് നൽകിയ സ്ഥാപനമാണ് മേഘ കൺസ്ട്രക്ഷൻസ് എന്നാണ് MV ഗോവിന്ദൻ്റെ ആരോപണം. അതോടെ ദേശീയപാത തകർച്ചയുടെ ഉത്തരവാദിത്തത്തിലേക്ക് BJPയെ കൂടി കൊണ്ടുവരികയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി. ഉണ്ടായിട്ടുള്ള പ്രശ്നം സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി കരാറുകാർക്കെതിരായിട്ട് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി വളരെ ശക്തമത്തായ നിലപാട് സ്വീകരിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെയും തീർന്നില്ല കാര്യങ്ങൾ. DPR തിരുത്തി എന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാദത്തെയും CPM സംസ്ഥാന സെക്രട്ടറി കണക്കിന് കളിയാക്കുന്നുണ്ട്.